കോഴിക്കോട് ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശവും ചരിത്രപരമായി പ്രാധാന്യവുമുള്ള മണ്ഡലമാണ് കുന്നമംഗലം. നവകേരളം നവമുന്നേറ്റത്തിൽ കാണാം കുന്നമംഗലത്തെ വിശേഷങ്ങളും വികസന ചിത്രങ്ങളും. മലകളും സമതലങ്ങളും വയലുകളും ഇടതിങ്ങി വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയോടുകൂടിയ പ്രദേശമാണ് കുന്നമംഗലം. വയനാട് ചുരത്തിലേക്കും നാടുകാണി ചുരത്തിലേക്കും വഴിപിരിയുന്നത് ഇവിടെ വെച്ചാണ്. കോഴിക്കോട് കഴിഞ്ഞാൽ വയനാട് റോഡിലെ ഒരു പ്രധാന അങ്ങാടിയാണിത്. കോഴിക്കോട് താലൂക്കിലെ കുന്നമംഗലം, ഒളവണ്ണ, ചാത്തമംഗലം, മാവൂർ, പെരുവയൽ, പെരുമണ്ണ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് കുന്നമംഗലം നിയമസഭാ മണ്ഡലം. PTA റഹിമാണ് മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ സാമാജികൻ. 2008 നിയമസഭാ മണ്ഡല പുനർനിർണയത്തിനു മുൻപ് കുന്നമംഗലം, കുരുവട്ടൂർ, ചാത്തമംഗലം, മാവൂർ, പെരുവയൽ, പെരുമണ്ണ, മുക്കം എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെട്ടതായിരുന്നു കുന്നമംഗലം നിയമസഭാ മണ്ഡലം. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന് കീഴിലുള്ള ഗവേഷണ കേന്ദ്രം, ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത് കുന്നമംഗലത്താണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NIT കുന്നമംഗലത്ത് നിന്നും 7 കിലോമീറ്റർ ദൂരം മാത്രം മാറിയാണ് പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് നിന്നും വയനാട് ജില്ലയിലേക്കും അതുവഴി തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലേക്കും യാത്രാ സംവിധാനം ഒരുക്കുന്ന കുന്നമംഗലത്തെ ഗ്രാമീണ പാതകളും പ്രധാന റോഡുകളും വികസന പ്രവർത്തനങ്ങളുടെ സമ്പന്നതയിൽ നയിക്കപ്പെടുന്നവയാണ്. ജില്ലയ്ക്കകത്തേക്കും പുറത്തേക്കുമുള്ള എണ്ണമറ്റ ചരക്ക് ഗതാഗതങ്ങളുടെ പ്രധാന പാതയും കുന്നമംഗലത്തെ കേന്ദ്രീകരിച്ചാണ് നിലകൊള്ളുന്നത്. റോഡുകളുടെ കാര്യത്തിൽ കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ മുഴുവൻ റോഡുകളും BMBC നിലവാരത്തിലേക്ക് ഉയർത്തണം എന്നാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതിലിപ്പോൾ ഒളവണ്ണ പഞ്ചായത്തിലെ മുഴുവനും ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഓരോ പഞ്ചായത്തിലും പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാരിൻ്റെ കാലാവധിക്ക് മുമ്പ് തന്നെ മുഴുവൻ PWD റോഡുകളും നമുക്ക് BMBC നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ദേശീയപാത 766 തിരക്ക് കുറക്കുന്നതിന് വേണ്ടി CWRDM താമരശ്ശേരിക്ക് നിർമ്മിച്ചിട്ടുള്ള ഒരു ബൈപ്പാസാണ്. അതിൻ്റെ 1ാം ഘട്ടം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. 2ാം ഘട്ടത്തിൻ്റെ പ്രവൃത്തി കൂടി ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല ഒരു ബൈപ്പാസായി അത് മാറും. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പാലങ്ങളുടെ നിർമ്മാണമാണ്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം തന്നെ ഇപ്പോൾ 5 പാലങ്ങളുടെ ഉദ്ഘാടനം കഴിഞ്ഞു. 2 പാലങ്ങളുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന റോഡുകൾ ഉണ്ട്. NITയിൽ നിന്ന് ഇനിയും റോഡ് പ്രവൃത്തി ആരംഭിക്കുന്നുണ്ട്. കിഫ്ബി പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള കൂളിമാട് പാലം അതൊരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമായി വികസിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പം നമ്മൾ നടത്തുന്നത്. ഈ ഒരു സ്പോട്ടിലേക്ക് വിവിധ പ്രദേശങ്ങളിൽ 5 റോഡുകളാണ് വന്ന് ചേരുന്നത്. അവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ ആരംഭിച്ചിട്ടുള്ളൂ. അതിന് പ്രവർത്തനം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായി കൂളിമാട് മാറിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി പ്രഖ്യാപിച്ചതുപോലെ 100ാമത്തെ പാലം അതും ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കുന്നമംഗലം നിയോജകമണ്ഡലത്തിലാണ്. സെഞ്ചുറി പാലം. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനി ടൂറിസം മേഖലയിൽ ചാലിയാറിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രൊജക്റ്റുകളുടെ സമാരംഭം നമ്മൾ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലകളിലും നല്ല രീതിയിലുള്ള ഒരു പുരോഗതി നമുക്ക് കൈവരിക്കാൻ സാധിച്ചു.
കുന്നമംഗലത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രം പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ വിദ്യാഭ്യാസം നേടുന്നതിനുള്ള എഴുത്തുപള്ളികൾ പഞ്ചായത്തിലുണ്ടായിരുന്നതായാണ്. അവിടെ പഠിപ്പിക്കുന്നവരെ എഴുത്താശാൻ എന്നാണ് വിളിച്ചു വന്നിരുന്നത്. കാരന്തൂർ, കുന്നമംഗലം, കളരിക്കണ്ടി, ചെത്തുകടവ്, പിലാശ്ശേരി, പൈങ്ങോട്ടുപുറം എന്നീ ഭാഗങ്ങളിലെല്ലാം എഴുത്തുപള്ളികൾ ഉണ്ടായിരുന്നതായി ചരിത്രരേഖകൾ അടയാളപ്പെടുത്തുന്നു. അത്തരത്തിൽ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരുന്ന കുന്നമംഗലത്തെ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖല മാതൃക തീർക്കുന്നതാണ്. കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ നമ്മൾ ലക്ഷ്യം വെച്ചത് മുഴുവൻ സർക്കാർ സ്കൂളുകൾക്കും ആവശ്യമായ കെട്ടിട നിർമ്മാണങ്ങൾ നടത്തുക എന്നുള്ളതാണ്. കിഫ്ബി മുഖേന ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് ആവശ്യമായ മുഴുവൻ കെട്ടിടങ്ങളും ഇപ്പം നമ്മൾ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ പന്തീരാങ്കാവിൽ 1 കോടി രൂപ ചെലവിലാണ് ഫിറ്റ്നസ് സെൻ്റർ ആരംഭിച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് സംവിധാനങ്ങൾ ഈ നിയോജക മണ്ഡലത്തിലുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നത് കുന്നമംഗലം ഗവൺമെൻറ് കോളേജാണ്. 25 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിയിരിക്കുന്നത്. ഉദ്ഘാടനത്തിന് കാത്തിരിക്കുകയാണ്. ചാത്തമംഗലം REC ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, EMS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പെരുമണ്ണ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറ്റിക്കാട്ടൂർ, ഗവൺമെന്റ് മോഡൽ അപ്പർ പ്രൈമറി സ്കൂൾ മാവൂർ എന്നീ വിദ്യാലയങ്ങൾ വികസന കുതിപ്പുകൾക്ക് ഇടയൊരുക്കുകയാണ്. മികച്ച വിദ്യാഭ്യാസ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായുള്ള അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളും നിറവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന പദ്ധതി ആവിഷ്കാരങ്ങളും മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ കാണാം. ഒളവണ്ണ പന്തീരാങ്കാവിൽ 1 കോടി രൂപയുടെ ഫിറ്റ്നസ് സെൻ്റർ തുടങ്ങിയെന്ന് പറഞ്ഞു. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നമ്മൾ കളിസ്ഥലങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവൃത്തി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിലൊരു കളിക്കളം പദ്ധതി എന്നുള്ള രീതിയിൽ ഇപ്പോൾ 3 പദ്ധതികൾക്ക് ഗവൺമെൻറ് സാങ്ഷൻ തന്നിട്ടുണ്ട്. MLAയുടെ ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ പ്രവൃത്തി എടുക്കുന്നത്. എല്ലാ പഞ്ചായത്തിലും ഒരു കളിസ്ഥലം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരുപാട് സർക്കാർ സ്ഥലങ്ങളുണ്ട് നമുക്ക് ഉപയോഗശൂന്യമായി കിടക്കുന്നത്. അതെല്ലാം തന്നെ നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾ ശ്രമിച്ചു വരികയാണ്. പുതിയ രജിസ്റ്റർ ഓഫീസ് നമ്മൾ പുതിയ സ്ഥലത്ത് നിർമ്മിച്ചിട്ടുണ്ട്. പുതിയ എക്സൈസ് ഓഫീസ് അതേ സ്ഥലത്ത് നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ഇടങ്ങളിലും നമുക്ക് എവിടെയെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന സർക്കാർ സ്കൂളുകൾ നമ്മൾ മാറ്റിയിട്ട് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും ഈ പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഒരു സർക്കാർ സ്ഥാപനങ്ങളും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് ഏകദേശം എല്ലാം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി 3 കാര്യങ്ങൾ കൂടി മാത്രമേ നമ്മൾ പൂർത്തിയാക്കാനുള്ളൂ. അതുകൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനസാന്ദ്രത എപ്പോഴും ഉയർന്നു നിൽക്കുന്ന കുന്നമംഗലത്തിന്റെ പ്രധാന പൊതു ഇടങ്ങളിലെല്ലാം ജനക്ഷേമ ജനോപകാര പ്രവർത്തനങ്ങളുടെ വിജയം നേരിട്ട് കാണാവുന്നവയാണ്. സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള പൊതുകേന്ദ്രങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വൻ മുന്നേറ്റം മാതൃകാപരം തന്നെയാണ്. മണ്ഡലത്തിലെ കുടിവെള്ള വിതരണം കാര്യക്ഷമമായി നടന്നുവരികയാണ്. ഗ്രാമീണ മേഖലകളിലേക്കുള്ള ശുദ്ധജല വിതരണ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്ന കുന്നമംഗലത്തെ ചിത്രം ജനമനസ്സുകളിൽ ഇടം നേടിക്കഴിഞ്ഞു. കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് ജലജീവൻ്റെ ഒരു പദ്ധതി താന്നിക്കോട് മലയിൽ ചാത്തമംഗലം പഞ്ചായത്തിൽ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. വലിയൊരു പ്രൊജക്റ്റാണ് അത്. പരിസര പ്രദേശങ്ങളിലെ പഞ്ചായത്തുകൾ കൂടി വെള്ളം ലഭ്യമാക്കാനുള്ള ഒരു സംവിധാനം ചാലിയാറിൽ നിന്ന് നമ്മൾ ഒരുക്കുകയാണ്. വൈദ്യുതി മേഖലയെ സംബന്ധിച്ചിടത്തോളം പഴയ നിലപാടുകളിലൊക്കെ മാറി ഏറ്റവും നല്ല രീതിയിലുള്ള വൈദ്യുതി സപ്ലൈ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. KSEBയുടെ 165 കോടി രൂപ ചെലവിലാണ് CIS സബ്സ്റ്റേഷൻ കുന്നമംഗലത്ത് ആരംഭിച്ചത്. അതിനുശേഷം NITയിൽ പുതിയ സബ്സ്റ്റേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിയോജകമണ്ഡലത്തിൽ മുഴുവൻ വീടുകളിലും വൈദ്യുതി എത്തിക്കാനുള്ള സംവിധാനം, ഗുണമേന്മയോടുകൂടി എത്തിക്കാനുള്ള സംവിധാനം
ഈ സർക്കാരിൻ്റെ കാലത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. കിഫ്ബി ഏറ്റവും നല്ല ഒരു സഹായമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത്, നമ്മുടെ ഗതാഗത രംഗത്ത്, വൈദ്യുതി രംഗത്ത്, എല്ലാ രംഗങ്ങളിലും, അതുപോലെ തന്നെ പട്ടികജാതി സങ്കേതങ്ങളെ സംബന്ധിച്ചിടത്തോളം 5 കോളനികളാണ് നമ്മൾ നവീകരിക്കാൻ വേണ്ടി ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ പ്രവൃത്തികളൊക്കെ നടന്നു വരികയാണ്. ഇങ്ങനെ എല്ലാ മേഖലകളിലും ഈ 5 വർഷത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് നിരവധിയായ മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സജീവമാക്കാൻ സാധിച്ചിട്ടുണ്ട്. നിയോജക മണ്ഡലത്തിന് മുഖച്ഛായ മാറ്റുന്ന രീതിയിൽ എല്ലാ വിധത്തിലുമുള്ള സഹായങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മുഖ്യമന്ത്രിയുടെ റോഡ് പുനരുദ്ധാരണ പദ്ധതി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഗ്രാമീണ റോഡ് നന്നാക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ പദ്ധതികളും നമ്മൾ കൂടുതൽ സജീവമായി നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ കുന്നമംഗലം വർത്തമാനകാലത്തും ഏറെ പ്രസക്തിയോടെ നിലകൊള്ളുകയാണ്. നവകേരളം നവമുന്നേറ്റത്തിൽ തെളിയുന്ന മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ മികവ് കുന്നമംഗലത്തിന്റെ ശോഭനമായ വഴികളിൽ നിറങ്ങൾ ചാർത്തിക്കൊണ്ടേയിരിക്കുന്നു. വികസന പ്രവർത്തനങ്ങളിൽ ഏറെ പിന്നോക്കം നിന്നിരുന്ന മണ്ഡലമായിരുന്നു കണ്ണൂർ ജില്ലയിലെ പേരാവൂർ നിയോജക മണ്ഡലം. എന്നാൽ ഇന്ന് മണ്ഡലത്തിൻ്റെ സ്ഥിതി മറിച്ചാണ്. നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ആ കാഴ്ചകളാണ് ഇന്നത്തെ നവകേരളം നവമുന്നേറ്റത്തിൽ. കണ്ണൂർ ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശം ഉൾപ്പെടുന്ന മണ്ഡലമാണ് പേരാവൂർ നിയോജക മണ്ഡലം. ഇരിട്ടി താലൂക്കിലെ ഇരിട്ടി നഗരസഭയും ആറളം, അയ്യൻകുന്ന്, കണ്ടിച്ചർ, കേളകം, കൊട്ടിയൂർ, മുഴക്കുന്ന്, പായം, പേരാവൂർ എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് പേരാവൂർ നിയോജക മണ്ഡലം. മലയോര മേഖലയായതിനാൽ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ എത്തുക എന്നത് വളരെ പ്രതിസന്ധി നിറഞ്ഞതായിരുന്നു. എന്നാൽ ഈ സ്ഥിതിക്ക് മാറ്റം വന്നിരിക്കുകയാണ്. കിഫ്ബി പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന രംഗത്ത് വലിയ കുതിച്ചാട്ടമുണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. സംസ്ഥാനത്താകെ അതിൻ്റെ നേട്ടങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നു. പേരാവൂർ മണ്ഡലത്തിൽ സമാനതകളില്ലാത്ത വികസന മുന്നേറ്റത്തിൽ കിഫ്ബി ഫണ്ട് സഹായകരമായിരിക്കുകയാണ്. ഒട്ടേറെ പദ്ധതികൾ ആരംഭിച്ച് ചിലത് പൂർത്തിയാക്കുകയും ചിലത് അതിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യാണ്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ ആരോഗ്യ പശ്ചാത്തല മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് എത്തിച്ചത്. ഏറെ പിന്നാക്കം നിന്നിരുന്ന വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം ഉന്നതിയിലെത്തിക്കാൻ കഴിഞ്ഞു. മണ്ഡലത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളും ആധുനിക നിലവാരത്തിലുള്ള സംവിധാനങ്ങളാക്കി മാറ്റാൻ സർക്കാരിന് കഴിഞ്ഞു. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന് പുതിയ കെട്ടിടം, മുഴക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ മന്ദിരം, പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം തുടങ്ങി നീളുകയാണ് പട്ടിക.
സ്കൂളുകളുടെ വികസന കാര്യത്തിലും കിഫ്ബി ഫണ്ട് നമുക്ക് വലിയ സഹായം ലഭിച്ചിട്ടുണ്ട്. പാലാ ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി രൂപ പദ്ധതി ഫണ്ട് അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞതാണ്. ആറളം ഹയർ സെക്കൻഡറി സ്കൂളിന് ഇപ്പം 3.9 കോടി രൂപ ആറളം ഹയർ സെക്കൻഡറി സ്കൂളിന് ഫണ്ട് അനുവദിച്ച് അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതുപോലെ ചാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ 3.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. മണത്തണ ഹയർ സെക്കൻഡറി സ്കൂളിലും 3.9 കോടി രൂപ ഫണ്ട് അനുവദിച്ച് അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് 16.3 കോടി രൂപ വിദ്യാഭ്യാസ മേഖലയിൽ പേരാവൂർ മണ്ഡലത്തിൽ മാത്രം കിഫ്ബി ഫണ്ടായിട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മലയോര ദേശീയപാത കടന്നു പോകുന്ന മണ്ഡലം കൂടിയായതിനാൽ റോഡ് നിർമ്മാണത്തിനായി 55 കോടിയോളം രൂപയാണ് ലഭ്യമായത്. മണ്ഡലത്തിലെ പല റോഡുകളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപതിൽ നിൽക്കുന്നത് റോഡിൻ്റെ വികസനമാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിൽ മലയോര ഹൈവേ പേരാവൂർ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണ്. വള്ളിത്തോട് മുതൽ മണത്തണ വരെയുള്ള റീച്ച് നേരത്തെ തന്നെ അതിൻ്റെ നിർമ്മാണം നടന്നു. അപ്പോൾ അത് നവീകരിക്കാൻ വേണ്ടി കിഫ്ബി വഴി 58 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതുപോലെ അമ്പായത്തോട് നിന്ന് ബോയ്സ് ടൗണിലേക്കുള്ള റീച്ചിൻ്റെ വർക്ക് ഏതാണ്ട് 35.6 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് അടുക്കുകയാണ്. പേരാവൂർ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന മറ്റൊരു കിഫ്ബിയുടെ വർക്കാണ് പായം പഞ്ചായത്തിലെ പെരുമ്പറമ്പിൽ നിന്ന് ആരംഭിച്ച് കല്ലുവേൽ വഴി നെല്ലിക്കാമ്പിലേക്ക് എത്തുന്ന റോഡ് ഏതാണ്ട് 30 കോടി രൂപ അനുവദിച്ച ആ നിർമ്മാണം ഏതാണ്ട് പാതി വഴിക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ നിലയിൽ റോഡുകളുടെ കാര്യത്തിൽ കിഫ്ബി ഫണ്ട് വലിയൊരു സഹായമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിന് പുറമെയാണ് എയർപോർട്ട് റോഡ്. മട്ടന്നൂർ എയർപോർട്ടിലേക്ക് മാനന്തവാടിയിൽ നിന്ന് കൊട്ടിയൂർ, പേരാവൂർ, ശിവപുരം വഴി കടന്നു പോകുന്ന റോഡിന് ഏതാണ്ട് 964 കോടി രൂപയാണ് കിഫ്ബി വകയിരുത്തിയിട്ടുള്ളത്. ഏതാണ്ട് 22 കിലോമീറ്ററോളം വരുന്ന ദൂരം ആ റോഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കടന്നു പോകുന്നത് പേരാവൂർ മണ്ഡലത്തിലൂടെയാണ്. അപ്പം അങ്ങനെ വലിയൊരു തുക കൂടി ഈ പേരാവൂർ മണ്ഡലത്തിൽ കിഫ്ബി ഫണ്ടിൻ്റെ ഭാഗമായിട്ട് ലഭ്യമാകുകയാണ്. അപ്പോൾ അതൊഴികെ ഏതാണ്ട് 125 കോടി രൂപ റോഡ് പ്രവർത്തനം ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അതിന് പുറമെയാണ് 964 കോടി രൂപയുടെ എയർപോർട്ട് റോഡിൻ്റെ വികസനം എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നു. ആരോഗ്യമേഖലയുടെ വികസനത്തിന്റെ ഭാഗമായി ഇരിട്ടി പേരാവൂർ താലൂക്ക് ആശുപത്രിയെ ഉന്നത നിലവാരത്തിലെത്തിച്ചു. കോടികൾ മുടക്കിയാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചതും ഉപകരണങ്ങൾ വാങ്ങിയതും. പേരാവൂർ മണ്ഡലത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഇരിട്ടി പേരാവൂർ താലൂക്ക് ആസ്പത്രികളാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ചികിത്സ ലഭ്യമാക്കുന്ന അവരുടെ ഒരു ആശ്രയ കേന്ദ്രമായി ഇരിട്ടി പേരാവൂർ താലൂക്ക് ആസ്പത്രികൾ നിൽക്കുകയാണ്. അവിടെ ഏറ്റവും ആധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ കിഫ്ബി വഴി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇരിട്ടി താലൂക്ക് ആസ്പത്രിക്ക് 57.5 കോടി രൂപയാണ് ഫണ്ട് അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. അതുപോലെ പേരാവൂർ താലൂക്ക് ആസ്പത്രി അവിടെ 43.89 കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനം നടന്നു വരികയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ കുറച്ച് തടസ്സങ്ങളൊക്കെ നേരിട്ടിരുന്നു. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ പേരാവൂർ താലൂക്ക് ആസ്പത്രിയിലും ഇരിട്ടി താലൂക്ക് ആസ്പത്രിയിലും ഡയാലിസിസ് സംവിധാനങ്ങൾ ഒരുക്കാൻ അതിന് പുറമെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 100 കോടി രൂപ ഈ മണ്ഡലത്തിൽ ആരോഗ്യമേഖലയ്ക്ക് മാത്രമായിട്ട് അനുവദിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പേരാവൂർ, മുഴക്കുന്നം പഞ്ചായത്തുകൾ കുടിവെള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. കുടിവെള്ളം പ്രധാനമായിട്ട് മട്ടന്നൂർ ഇരിട്ടി കുടിവെള്ള പദ്ധതി എന്ന പേരിൽ ഏതാണ്ട് 260 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്.
അതിൽ ഇരിട്ടി നഗരസഭാ പരിധിയിൽ 87.5 കോടി രൂപയാണ് വകയിരുത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്, ഇരിട്ടി നഗരസഭയിൽ മാത്രം. അതുപോലെ തന്നെ പേരാവൂർ മുഴക്കുന്ന് പായ മയ്യങ്ങുന്ന് മറ്റൊരു കൂടിയുള്ള പദ്ധതിയുടെ പ്രപ്പോസൽ ഉണ്ട്. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കലും മറ്റ് പരമപ്രവർത്തനങ്ങളുമായിട്ട് 1 കോടി രൂപ 1.4 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റ് ആദ്യഘട്ട നിലക്കാണ് തുക അനുവദിച്ചിട്ടുള്ളത്. കൂടുതൽ തുക അതിൻ്റെ ഭാഗമായി വകയിരുത്താൻ വേണ്ടി പോവുകയാണ്. സബ് രജിസ്ട്രാർ ഓഫീസിന് പുതിയ കെട്ടിടം, ഇരിട്ടി താലൂക്കിന് പുതിയ കെട്ടിടം തുടങ്ങി നീളുകയാണ് വികസനത്തിന്റെ പട്ടിക. ഇരിട്ടിയിൽ സബ് രജിസ്ട്രാർ ഓഫീസ്, നേരത്തെ ഉള്ളിൽ സബ് രജിസ്ട്രാർ ഓഫീസാണ്, അപ്പോൾ അത് ഇരിട്ടി സബ് രജിസ്ട്രാർ ഓഫീസ് നിലയിൽ മാറിയിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 1.1 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. പായം പഞ്ചായത്തിൽ കല്ലുമുട്ടിയിൽ ഒരു സിനിമ ടാക്കീസ്, അതിന് 7.13 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നിർമ്മാണം അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ആർല ഫാമിൽ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കാൻ പറ്റുന്ന നിലയിൽ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂള് 18.6 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇരിട്ടി നഗരസഭയുടെ ചാവശ്ശേരി പറമ്പിലുള്ള വാതക ശ്മശാനം, അതിനെ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടി 2.62 കോടി രൂപയുടെ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകി അതിൻ്റെ ടെൻഡർ നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. ഈ നിലയ്ക്കുള്ള വലിയ തുകകളാണ് മണ്ഡലത്തിനകത്ത് ലഭ്യമാക്കിയിട്ടുള്ളത്. ഇതിലൂടെ കൂട്ടി നോക്കുമ്പോൾ ഏതാണ്ട് 359.15 കോടി രൂപ പേരാവൂർ മണ്ഡലത്തിൽ മാത്രമായി വിവിധ മേഖലയിൽ ചെലവഴിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് എയർപോർട്ട് റോഡ് 964 കോടി രൂപയുടെ പദ്ധതി അതിൻ്റെ പുറമെ വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 1323 കോടി രൂപയാണ് ഞങ്ങൾ കൂട്ടി നോക്കുമ്പോൾ പേരാവൂർ മണ്ഡലത്തിൽ വിവിധ മേഖലകളിലായി കിഫ്ബി ഫണ്ടായിട്ട് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പേരാവൂർ മണ്ഡലത്തിൻ്റെ എക്കാലത്തെയും ഈ മേഖലയുടെ ഏറ്റവും വലിയൊരു വികസനത്തിനാണ് കിഫ്ബി ഫണ്ട് വഴി സാധ്യമാകുന്നത്. ഇതെല്ലാം സമീപകാലങ്ങളിൽ ഇത് പൂർത്തിയാവുന്നതോടുകൂടി വലിയ കുതിച്ചാട്ടം മലയോര മേഖലക്കകത്ത് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് നമ്മുടെ ഒരു അനുഭവം. വികസനം ഇതുവരെ എത്തിനോക്കാതിരുന്ന പേരാവൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയത്.